ശ്രീ അടൂർ പ്രകാശ് MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അടൂർ പ്രകാശ്, ഏറെ ഗൗരവമുള്ള സംഭവമാണ്. ഒരാൾ കൊല്ലപ്പെടുകയാണ് ഇസ്രായേലിൽ, നമ്മുടെ ഒരു പൗരൻ, തുമ്പ സ്വദേശിയാണ്. താങ്കൾക്ക് എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടോ, വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഈ മരണപ്പെട്ടു എന്നുള്ള വിവരമല്ല ആദ്യം കിട്ടിയത്. അതുവഴി കടന്ന് വേറെ രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവരെ പിടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം എനിക്ക് കിട്ടിയത്. കിട്ടിയതനുസരിച്ച് ഞാൻ അപ്പൊ തന്നെ വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുത്തു. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന നടപടികൾ ഉണ്ടാകുകയാണ് ചെയ്യാറുള്ളത്. അപ്പോ അതനുസരിച്ച്, പക്ഷെ ഇവരുടെ ഈ പൂർണ്ണമായ പേപ്പേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അവരുടെ ഒരു പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ആദ്യം അയച്ചു തന്നത്. എന്നിരുന്നാൽ പോലും ബാക്കി ഡീറ്റെയിൽസ് ഇല്ല എങ്കിലും അത് കൊടുക്കാൻ ഉള്ള ഏർപ്പാടുണ്ടാക്കി വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് അത് ഞാൻ കൈമാറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ വീണ്ടും അറിഞ്ഞത് ഒരാളുടെ മരണത്തിനിടയാക്കി എന്നുള്ളതാണ്. അതിനും വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഉണ്ടാകുന്നതാണ്. ഈ മനുഷ്യക്കടത്ത് സംഘം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരുപാട് ഏജൻസികൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ കുറച്ചുകൂടി വ്യക്തത വരുന്നത്. അതിനകത്ത് ഉള്ള ഒരു വിഷയം ഞാൻ പറയാം. ഇതിനകത്ത് മനുഷ്യക്കടത്ത് നടത്തുന്ന ചില ഏജൻസികളുണ്ട്. ഇപ്പൊ റഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ എന്റെ ഒരു ചോദ്യം വന്നതാണ്. ഫ്ലോറിൽ തന്നെ ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആളുകൾ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ അവർക്കെതിരെ, ഈ ഏജൻസി എന്നുള്ള നിലയിൽ അവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല. മറ്റ് ചില സംസ്ഥാനങ്ങളിൽ അങ്ങനെ കേസ് വന്ന ഇടങ്ങളിൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ പല ആളുകൾക്ക് ഇതുപോലെയുള്ള അവസ്ഥ വരുമ്പോൾ അവരൊക്കെ നിസ്സഹായരെന്നുള്ള നിലയിൽ, ചെറുപ്പക്കാർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഉള്ള പ്രചരണത്തിന്റെ പേരിലാണ് ഇവരൊക്കെ ചെന്ന് വെട്ടിൽ ചാടുന്നത്. വെട്ടിൽ വീണ് കഴിഞ്ഞ് ആണ് ഇവരൊക്കെ ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുന്നത്. ഇപ്പോ നമ്മുടെ ഇവിടെ തന്നെ റഷ്യയിലേക്ക്, പട്ടാളത്തിലേക്ക് എന്ന് പറഞ്ഞ് റഷ്യയിലേക്ക് കുറെ നല്ല ചെറുപ്പക്കാരെ, അവർക്ക് നല്ല ശാരീരിക ക്ഷമതയുള്ള ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി അവസാനം റഷ്യൻ പട്ടാളത്തിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പൊ അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്. ആ ഇടപെട്ടതനുസരിച്ച് ചില ആളുകളെ അപ്പൊ തന്നെ അതിന് നടപടികൾ സ്വീകരിച്ചു മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് കൂടാതെ തന്നെ തൃശ്ശൂരും മറ്റുമുള്ള ചില ആളുകൾ അതിനകത്ത് ഉണ്ട് എന്ന് അറിയുകയുണ്ടായി. അതിനും ഒരു ഫോളോ അപ്പ് നടത്തുകയുണ്ടായി. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് കേരളത്തിൽ ഈ റിക്രൂട്ട്മെന്റ് ഏജൻസിയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത് ആ റിക്രൂട്ട്മെന്റ് ഏജൻസി ഇങ്ങനെ കള്ളത്തരങ്ങളും പൊള്ളയായ വാഗ്ദാനങ്ങളും കൊടുത്ത് ചെറുപ്പക്കാരെ ഇതുപോലെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന നടപടി തീർച്ചയായിട്ടും അത് ഒരു ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് അതിനെ കാണുന്നത്. അടൂർ പ്രകാശ് MP ആണ് പ്രതികരിച്ചത്. ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ച ഒരു ജനപ്രതിനിധി കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. ജോർദാനിലേക്ക് കടക്കുന്നതിനിടെ വെടിയേറ്റ് ഒരാൾ മരിച്ചു. തുമ്പ സ്വദേശിയാണ് മരിച്ചത്. ഒരാൾക്ക് വെടിയേറ്റിട്ടുണ്ട്. മറ്റുള്ളവർ ജയിലിലാണ് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വിനോദ്, ഇതിപ്പോൾ നമ്മളിത് കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതുണ്ട്. എംബസി തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം ഈ ജയിലിലായി എന്ന് പറയുന്ന ആളുകളെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ ഏജൻസി ആരാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയായി നിൽക്കുന്നു. അതിനൊക്കെയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇതിൽ കുടുംബം ആവശ്യപ്പെടുന്നത് ആ നിലയ്ക്ക് തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെയുള്ള ഇടപെടലാണ്. കാരണം അവിടെ ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട്. ഒരാളുടെ മരണമാണ് ഇപ്പോൾ ഇവിടെ അറിയിപ്പായി വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനാവശ്യമായ നടപടി ഒരു മെയിലായി ലഭിച്ച സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ടു എന്ന വിവരം, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം നാട്ടിലെത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതിന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വലിയ ഇടപെടലാണ് ആവശ്യമായുള്ളത്. ഏതായിരുന്നാലും ഈ വീട്ടുകാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ വിവരം, അതായത് കഴിഞ്ഞ ദിവസം വെടിയേറ്റ ആൾ നാട്ടിലെത്തുന്നു. അതിന് പിന്നാലെ
പിന്നാലെ അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് കൊല്ലപ്പെട്ടു എന്ന വിവരം വരുന്നുണ്ട്. നമ്മളിപ്പോൾ അവരുമായി സംസാരിക്കുമ്പോൾ പരിചയത്തിലുള്ള ഒരാളുടെ കെയർ ഓഫിൽ ഇങ്ങനെ ഒരു യാത്ര നടത്തി ജോലി തേടി പോയി 2 ലക്ഷം രൂപ നൽകി എന്ന കാര്യമാണ് പറയുന്നത്. 4 പേർ തിരുവനന്തപുരത്ത് നിന്ന് പോയവരുണ്ട്, ബാക്കിയുള്ളവർ അവിടെ ജയിലിലാണെന്ന വിവരമുണ്ട്. അവരെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. ഈ വന്ന ആളിന് തന്നെ കൂടുതൽ അദ്ദേഹം സംസാരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല, വളരെ മാനസികമായ ഒരു ആഘാതത്തിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന്റെ സഹോദരി ആ വീട്ടിൽ തന്നെ ഉണ്ട്. അവർ കണ്ണീരോടെ ഇരിക്കുകയാണ്. അവരുടെ ഭർത്താവിനാണ് ഈ അപകടം പറ്റിയതായുള്ള വിവരം പുറത്തു വരുന്നത്. ഏതായിരുന്നാലും മറ്റ് ആളുകളുടെ ഇടപെടൽ ഇതിലുണ്ടാകണം. എംപിമാരുടെ അടക്കം ഇടപെടൽ ഉണ്ടാകണം. ഈ പരിസരവാസികൾ കൂടി എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ ചേട്ടാ? അത് നിങ്ങൾ പേരിപ്പോൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പേര് ഗബ്രിയേൽ തോമസിന്റെ ഗബ്രിയേലിന്റെ മകനാണ് അനി തോമസ് ആണ് മരണപ്പെട്ടിരിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. പേരിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് ഗബ്രിയേൽ. ഓക്കെ. രഞ്ജിത്ത്, ഇപ്പോൾ അവരുടെ അതായത് അനി തോമസ് എന്ന ആളാണ് മരിച്ചത്. ആ വിവരം, അതായത് പേര് ഗബ്രിയേൽ എന്നത് ഈ അനിയുടെ പിതാവിന്റെ പേരാണ്. അനി തോമസ് എന്ന ആളാണ് അവിടെ കൊല്ലപ്പെട്ടതായ വിവരം പുറത്തു വരുന്നത്. അവരുടെ ബന്ധുക്കളാണ് ഇപ്പോൾ നമ്മളെ ആ വിവരം അറിയിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന പേരിൽ ഒരു മാറ്റം വരുത്തണം. ഗബ്രിയേൽ തോമസ് എന്ന ആളുടെ മകൻ അനി തോമസ് ആണ് ഇസ്രയേലിൽ കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ്. ഏതായിരുന്നാലും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് ജനപ്രതിനിധികളുടെ ഒരു ഇടപെടലാണ്. വളരെ പെട്ടെന്ന് ഇടപെട്ട് ഈ ഭൗതികദേഹം നാട്ടിലെത്തിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ് വന്ന ആൾ നൽകുന്ന വിവരമുണ്ട്. അവിടെ 2 പേർ, ഇവിടെ നിന്ന് പോയതിൽ 2 പേർ ഇപ്പോഴും ജയിലിൽ തുടരുന്നുണ്ട്. അവരെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുക. മാത്രമല്ല, ഇവർ നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ശ്രീലങ്കയിൽ നിന്നുള്ള ആളുകളും ശ്രീലങ്കൻ പൗരന്മാരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന വിവരമാണ്. ആ തരത്തിൽ വലിയൊരു സംഘമാണ് ഇവിടെ നിന്ന് പോയതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ മറ്റാളുകളും അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും മലയാളികൾ 4 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ തിരികെ എത്തി, ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. മറ്റ് 2 പേർ അവിടെ ജയിലിലാണെന്ന വാർത്ത വരുന്നു. അടൂർ പ്രകാശ് എം പി ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തരമായ ഒരു ഇടപെടലാണ് ഈ കേസിൽ ഉണ്ടാകേണ്ടത്. അവശേഷിക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ വേഗത്തിൽ നടപടിയെടുക്കണം. ഭൗതികദേഹം ഇവിടെ കൊണ്ടുവരാനുള്ള സൗകര്യമൊരുക്കണം. ഈ ഒരു കാര്യമാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ പറയുന്നത്. രഞ്ജിത്ത്, ശരി, ഇതാണ് ഏറ്റവും പുതിയ വിവരം. ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഗബ്രിയേലിന്റെ മകൻ ഇസ്രായേൽ തുമ്പ സ്വദേശി അനി തോമസ് ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിൽ വെച്ച്. ഒരാൾ ജയിലിൽ ആണ്, മറ്റ് 2 പേർ ജയിലിലാണ്. ഒരാൾക്ക് വെടിയേറ്റ് പരിക്കുണ്ട്. വെടിയേറ്റ മറ്റൊരാൾ തിരികെ നാട്ടിലെത്തി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് ദാരുണമായ സംഭവമാണ്. ജോലി തേടി ഇസ്രായേലിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റും പോകുന്ന ആളുകൾക്കാണ് ഈ ദുരവസ്ഥ എന്നുകൂടി ചേർത്ത് വെക്കണം. നമുക്ക് അവിടെ നേരത്തെ BV വിനോദ് സംസാരിച്ചിരുന്നു കുടുംബാംഗങ്ങളുമായി മറ്റും. അവരുടെ വാക്കുകളിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് തൊഴിൽ തേടി ഇസ്രയേലിലേക്ക് പോയ 4 പേർ അവിടെ അപകടത്തിൽപ്പെട്ടു. അവർക്കവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത അത്ര ആശ്വാസമല്ല, നമുക്ക് ആശങ്ക നൽകുന്നതാണ്. ഒരു അറിയിപ്പായി വരുന്നത് ഒരാൾക്ക് അവിടെ ജീവൻ നഷ്ടമായി എന്നൊരു വിവരം വരുന്നുണ്ട്.